ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ മൂന്നാം പതിപ്പിൽ രണ്ടാം ദിവസമായ ഇന്ന് ജനാധിപത്യ കേരളത്തിൻ്റെ പ്രതീക്ഷയായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാം പതിപ്പ് ബഹുമാന്യനായ രമേശ് ചെന്നിത്തല അവറുകളായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം പരന്ന വായനയിലൂടെ നേടിയെടുത്ത അറിവ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലൂടെ നമുക്ക് പകർന്ന് നൽകുകയുണ്ടായി. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യനായ നേതാവ്, രാഷ്ട്രീയ എതിരാളികൾ പോലും ഏറെ ബഹുമാനിക്കുന്ന, രാഷ്ട്രീയ എതിർപ്പുള്ളവരോട് പോലും സംസാരിക്കുമ്പോൾ മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്ന, എല്ലാവർക്കും റോൾ മോഡലാക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ഈ ഫെസ്റ്റിവലിൽ, ഈ സായാഹ്നത്തിൽ നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സെഷൻ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മോഡറേറ്ററായി പ്രവർത്തിക്കുന്നത് സൂര്യദാസാണ്. സൂര്യദാസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈ രമേശ് ചെന്നിത്തലയുമായുള്ള അഭിമുഖം തുടരുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ആമുഖം ആവശ്യമില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ പടിപടിയായും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്വപ്നം കാണുന്ന എല്ലാ പദവികളും കൈയടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, NSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, AICCയുടെ ജനറൽ സെക്രട്ടറി, MLA, മന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങി എല്ലാ പദവികളും അലങ്കരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ദേശീയ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഇതിനെല്ലാം അപ്പുറം ഈ പദവികളെക്കാൾ ഒക്കെ മുകളിലുള്ള ഒരു പദവിയും അദ്ദേഹം വൈകാതെ ഏറ്റെടുക്കും എന്നൊരു പ്രതീക്ഷയും പൊതുജനങ്ങൾക്കിടയിലുണ്ട്. ഏതായാലും ഇവിടെ രാഷ്ട്രീയ നേതാവ് എന്ന ശ്രീ രമേശ് ചെന്നിത്തലയുമായുള്ള ഒരു സംഭാഷണത്തിനല്ല നമ്മൾ മുതിരുന്നത്. അദ്ദേഹത്തിലെ എഴുത്തുകാരൻ, അദ്ദേഹത്തിലെ വാഗ്മി, അതിലപ്പുറം ഒരു വലിയ പരന്ന വായനയുള്ള നേതാവ്. ഞാനത് പറയാൻ കാരണം, നിരന്തരമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വായന അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലെയോ കേരളം നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു ലേഖനം വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം തിരക്കിട്ട യാത്രകൾക്ക് ഇടയിലായിരിക്കാം. അപ്പോഴും ഞങ്ങളുടെ എഡിറ്റ് പേജിലേക്കൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കിടയിലൊക്കെ ഇരുന്നു കൊണ്ട് അതിമനോഹരമായ ലേഖനങ്ങൾ തയ്യാറാക്കി അദ്ദേഹം അയച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു പരന്ന വായനയുടെ, പല അർത്ഥത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം കുറേ മുഖങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയം എന്നത് എപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിലാണ്. വായന ഏകാന്തതയും ഏകാഗ്രതയും ആവശ്യപ്പെടുന്നു. എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും ഒന്നിച്ച് താങ്കൾ കൊണ്ടുപോകുന്നത്? ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് CI മൂസയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കടത്തനാട് ഫെസ്റ്റ് മൂന്നാം തവണയാണ് അല്ലേ, മൂന്നാമത്തെ വർഷമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
തവണയും രണ്ടാമത്തെ തവണയാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ തവണ എനിക്ക് മിസ് ചെയ്തു പോയതാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ അതിന് മുമ്പത്തെ തവണ മിസ് ചെയ്തു പോയതിലുള്ള പ്രയാസം എനിക്കുണ്ടായി. കടത്തനാടിൻ്റെ ചരിത്രവും സാമൂഹ്യ പശ്ചാത്തലവും സാംസ്കാരിക പെരുമയും ഭംഗിയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കടത്തനാടിൻ്റെ മണ്ണിൽ ഈ വലിയ ഒരു സംരംഭം ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ ഈ സെഷനിൽ എന്നോടൊപ്പമുള്ളത് പ്രശസ്ത പത്രപ്രവർത്തകനായ സൂര്യദാസാണ്. വളരെ കൗതുകത്തോടെയുള്ള വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാനും സവിശേഷതകൾ നിറഞ്ഞ വാർത്തകൾ കൊണ്ട് വായനക്കാരുടെ ഹൃദയം കീഴടക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ള പത്രപ്രവർത്തകനാണ് ശ്രീ സൂര്യദാസ്. ഇവിടെ മാതൃഭൂമി ഞായറാഴ്ച പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ വളരെ വിശദമായ ഒരു ലേഖനപരം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അത് കഴിഞ്ഞ് വിളിച്ചു, സംസാരിച്ചു. ആഴത്തിലുള്ള പഠനവും പരന്ന വായനയും എഴുത്തുമുള്ള ശ്രീ സൂര്യദാസിനോടൊപ്പം ഏതാനും നിമിഷങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ കിട്ടിയത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകൾക്കിടയിലും എങ്ങനെ വായിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. വായനയില്ലെങ്കിൽ നമ്മൾ മരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വായനയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നതും വായനയാണ്. ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ വായിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ചെന്നിത്തല തൃപ്പരുന്തുറ കലാഭൂഷണി ഗ്രന്ഥശാല എന്ന ഗ്രന്ഥശാലയിൽ 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ആ ഗ്രന്ഥശാലയിൽ ചെന്നാണ് എൻ്റെ ഓർമ്മ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായ PN പണിക്കറെ എനിക്ക് അവിടെ വെച്ചാണ് കാണാൻ അവസരമുണ്ടായത്. അന്ന് ഞങ്ങൾക്ക് വായിക്കാൻ തരുന്ന പുസ്തകങ്ങൾ ചെറിയ പുസ്തകങ്ങളാണ്. ബാലൻ പ്രസിദ്ധീകരണം, ഇപ്പോഴൊന്നും അതില്ല, പഴയ കാലത്ത്. സഞ്ചാര സാഹിത്യം, കുട്ടികൾക്കുള്ള ഫലിതങ്ങൾ, അതോടൊപ്പം തന്നെ രാജ്യ നേതാക്കന്മാരെ പറ്റിയുള്ള അവരുടെ കഥകൾ, ചരിത്രങ്ങൾ, അത്തരം പുസ്തകങ്ങളായിരുന്നു അന്ന് ഗ്രന്ഥശാലകളിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് വായിക്കാൻ തന്നിരുന്നത്. അന്ന് മുതൽ തന്നെ ഈ പുസ്തകങ്ങൾ ഞാൻ വായിച്ച് നമ്മുടെ ലോക നേതാക്കന്മാരെ പറ്റി ചെറിയ ഒരു അവബോധം എൻ്റെ മനസ്സിൽ അന്നോട്ടേ ഉണ്ടായിട്ടുണ്ട്. അവരാരായിരുന്നു, അവരെന്താണ് ചെയ്തത്, നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു, അങ്ങനെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള നിരവധിയായ സംഭവങ്ങൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മനസ്സിൽ എത്തിച്ചത് ഗ്രന്ഥശാലയിലെ വായനയായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒന്നും നാട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. ആകെ റേഡിയോ ഉള്ളത് ഈ ഗ്രന്ഥശാലയിലാണ്. അപ്പോൾ റേഡിയോ കേൾക്കണമെങ്കിൽ അവിടെ പോകണം. അപ്പോൾ റേഡിയോയെ അത്ഭുതത്തോടെയാണ് അന്ന് കണ്ടിരുന്നത്. നാട്ടുമ്പുറങ്ങളിലൊന്നും റേഡിയോ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ റേഡിയോ കേൾക്കാനും അതോടൊപ്പം തന്നെ ചെറിയ പുസ്തകങ്ങൾ വായിക്കാനും വേണ്ടിയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് എൻ്റെ വായനയുടെ തുടക്കം. എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ ആദ്യം ഞാനൊന്ന് മണത്ത് നോക്കാം. പുസ്തകത്തിൻ്റെ മണം എനിക്ക് വളരെ ഇഷ്ടമാണ്. സാധാരണ ഇന്നിപ്പോൾ കെൻഡിലൂടെയൊക്കെ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. സാധാരണ പുസ്തകങ്ങൾ ആവശ്യമില്ല. കെൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് പുസ്തകവും ആമസോണിൽ നിന്ന് ഓൺ ദ സ്പോട്ടിൽ വാങ്ങിച്ച് വായിക്കാൻ കഴിയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തൊരു കാലമാണ്. പക്ഷേ തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും ഈ വായനയുടെ കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ആദ്യം ചെറിയ ചെറിയ പുസ്തകങ്ങളായിരുന്നാൽ പിന്നീട് ഡിക്റ്റേറ്റീവ് നോവലാണ് വായിച്ചു. ഡിക്റ്റേറ്റീവ് നോവൽ വായിച്ച് രാത്രി കിടന്ന് കരയുമായിരുന്നു പേടിച്ച്. പിന്നെ അത് മാറി നോവലായി.
നല്ല ഈടുറ്റ പുസ്തകങ്ങളായി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പുസ്തകം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകമാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും 1 or 2 തവണ ഞാനത് വായിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി വായിക്കേണ്ട ഒരു പുസ്തകമാണത്. അപ്പം നമുക്ക് എത്ര വായിച്ചാലും അത് മതിവരാത്ത ഒരു പുസ്തകമാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോകം എന്താണെന്നും ലോകത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും മനസ്സിലാക്കാൻ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി തന്നെ വായിച്ചാൽ മതി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ജയിലർമാർ കൊടുത്തിരുന്ന 2 or 3 പേപ്പറുകൾക്കുള്ളിൽ എഴുതിയ റെഫറൻസിന് വേണ്ടി അവർ തരുന്ന പുസ്തകങ്ങൾ നോക്കി തയ്യാറാക്കിയ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകവും എന്നും പ്രസക്തമായ പുസ്തകങ്ങളാണ്. നമ്മളെയൊക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ്.